ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. ഫിലിപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു 3D മോഡലിൽ സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ എങ്ങനെ ഡിസൈൻസ് അല്ലെങ്കിൽ ലോഗോസ് PNG ലോഗോസ് എങ്ങനെ പ്ലേസ് ചെയ്യാം, എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു PNG ഡിസൈൻ അല്ലെങ്കിൽ ലോഗോയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ അതിനകത്ത് ചെയ്യേണ്ട കാര്യം, ആദ്യം ഞാൻ ഫയൽ എടുത്തിട്ട് ഒരു സാമ്പിൾ മോഡൽ എടുക്കുകയാണ്, മീറ്റ് മാപ്പ്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഫയലിൽ ഇമ്പോർട്ടിൽ പോവുക, ഇമ്പോർട്ട് റിസോഴ്സസ് എടുക്കുക, അവിടെ ആഡ് റിസോഴ്സസ് എടുക്കുന്നു. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ ലോഗോ എടുക്കുകയാണ്, ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ കാണിക്കും വാട്ടർമാർക്ക് ട്രാൻസ്പെറൻറ്റ് BG വൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ലോഗോയുടെ പേര് എടുക്കുന്നത്. സോ അതിനോടൊപ്പം തന്നെ റൈറ്റ് എൻഡിൽ നമുക്ക് കാണാം അൺഡിഫൈൻഡ് എന്ന് പറയുന്നതിനോടൊപ്പം ഒരു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ആൽഫ, കളർ ലൂട്ട്, എൻവയോൺമെൻറ്റ്, ടെക്സ്ചർ. നമുക്കിത് ടെക്സ്ചറായിട്ടാണ് കൊണ്ടുപോകേണ്ടത്. സോ ക്ലിക്ക് ചെയ്യുക, ദ കാറ്റഗറി ഈസ് ടെക്സ്ചർ ആൻഡ് കം ഡൗൺ. ഇവിടെ വന്നിട്ട് കറൻറ്റ് സെഷൻ, പ്രോജക്റ്റ് മീറ്റ് മാറ്റ്, ലൈബ്രറി, യുവർ അസെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. നമ്മൾ പ്രോജക്റ്റ് മീറ്റ് മാറ്റ് സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് യുവർ റിസോഴ്സസ് ടു എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ. ആൻഡ് ദെൻ ഇമ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമുക്കിനിയും വേണ്ടൊരു കാര്യം, നമുക്ക് ഒരു ന്യൂ ലെയറാണ്. ന്യൂ ലെയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ലേയേഴ്സ് ഉണ്ട്. കണ്ടോ, ആഡ് ഫിൽ ലെയർ ഉണ്ട്, ആഡ് ലെയർ ഉണ്ട്. നമുക്ക് ബ്രഷിൻ്റെ ഐക്കൺ കാണിക്കുന്ന ഏരിയയിലുള്ള ആഡ് ലെയർ ആണ് വേണ്ടത്. സോ ആഡ് ലെയറെ ക്ലിക്ക് ചെയ്തു. സോ വി ഗോട്ട് ദ ലെയർ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നേരെ ടൂൾസിൽ വന്നിട്ട് ലെഫ്റ്റ് എൻഡ് ടൂൾസിൽ വന്നിട്ട് ഇവിടെ പ്രൊജക്ഷൻ എന്നൊരു ഐറ്റം ഉണ്ട്, ഒരു ടൂളുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനൊരു ബോക്സും വന്നിട്ടുണ്ട്, പ്രൊജക്ഷൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പ്രോപ്പർട്ടീസിൽ വന്നിട്ട് മെറ്റൽ, റഫ്നെസ്, നോർമൽ, ഹൈറ്റ് ഇതെല്ലാം ഓഫാക്കുക. ഉള്ളി കളർ മാത്രം മതി നമുക്ക്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം, നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് ബേസ് കളർ കാണാൻ പറ്റും. ബേസ് കളറിലോട്ട് നമുക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന റിസോഴ്സസ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ലോഗോ കണ്ടുപിടിക്കുക. നേരെ താഴെ നോക്കി ഷെൽഫിനുള്ളിൽ താഴെ നമുക്ക് എൻ്റെ ലോഗോ കാണാം. സോ അതിനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ബേസ് കളറിലോട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വെക്കാം. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതിനെ ഒന്ന് ചെറുതോ വലുതോ ആക്കണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് ഹോൾഡ് S ചെയ്താൽ മതി. കണ്ടോ, റൊട്ടേഷൻ വരും. പ്ലസ് റൈറ്റ് മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലോ നമുക്ക് ഇതിൻ്റെ ഫേസ് ഏരിയയിലായിട്ടാണ് വരേണ്ടത്. നമ്മൾ ഇതുപോലെ തിരിച്ച് വെക്കുക. സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം നേരെ ഇവിടെ പ്ലേസ് ചെയ്യാം. അല്ല, സൈഡിലോട്ടാണ് വേണ്ടതെങ്കിൽ സൈഡിലോട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. S ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് റൈറ്റ് മൗസ് ബട്ടൺ ഡ്രാഗ് ചെയ്ത് എനിക്ക് വലുതായിട്ടും ചെറുതായിട്ടും കിട്ടും. സ്കെയിൽ ചെയ്യാൻ പറ്റും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാതെ കുറച്ച് ഏരിയ കയറി വന്നിട്ടുണ്ട്, ഇതാ ഈ ഏരിയയിൽ. അപ്പോൾ അതെന്ത് ചെയ്യണം, ഒന്നുമില്ല, ചുമ്മാ എറേസർ എടുക്കുക. എറേസ് ചെയ്ത് കളഞ്ഞാൽ മതി. ദാറ്റ്സ് ഓൾ. കണ്ടില്ലേ, എനിക്കപ്പം ഒരു ലോഗോയോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഡിസൈനോ ഒക്കെ നമ്മൾ ചെയ്ത മോഡലിലോട്ട് ഡിസൈൻ ചെയ്ത പോലെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം ആ പ്രൊജക്ഷൻ മോഡിൽ നിന്ന് വെളിയിറങ്ങണമെങ്കിൽ നമ്മൾ നേരെ വന്നിട്ട് പ്രൊജക്ഷൻ മോഡ് ഇതായിരുന്നു, അവിടെ നിന്ന് വെളിയിൽ വരണമെങ്കിൽ നേരെ ഏറ്റവും വെളി കാണുന്ന പെയിൻറ്റ് മോഡിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേജ്. കണ്ടില്ലേ?
എത്ര പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ വേണ്ടി വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.